ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് തോന്നുന്നതാണ്. എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആൻസൈറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ അത് ഭയങ്കര കോമൺ ആണ്. പാനിക് അറ്റാക്ക്, ആൻസൈറ്റി, ഡിപ്രഷൻ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ടേമാണ്. ഒരുപാട് പേർക്ക് അറിയാം ഇതിനെക്കുറിച്ച്. ഈ 18-19 വർഷം മുമ്പ് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് തന്നെയാണ്. അതായത് ഒരു കുറേ വർഷങ്ങൾക്ക് ഇതുപോലെ 10-19 വർഷങ്ങളുണ്ടായി. ആ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഹസ്ബൻഡിന് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് നെഞ്ചിനകത്തൊരു വെപ്രാളം എന്നാണ് പറയുന്നത്. വേദനയേ അല്ല, വേദന ഒട്ടുമില്ല. പക്ഷെ എന്താണെന്ന് പറയാൻ വയ്യ. കിടക്കാൻ പറ്റുന്നില്ല, എണീറ്റ് നടക്കണം എന്ന് തോന്നുകയാണ്. നടക്കുമ്പോൾ ഇരിക്കുന്നു, ഭയങ്കര പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ് ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കുന്നു, വല്ലാത്തൊരു ഭയം പോലെയൊക്കെ. എന്താ കാര്യം ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ പേടിച്ചു പോയി. അടുത്ത ദിവസം ഡോക്ടറെ അടുത്തൊക്കെ പോയി കാണിച്ചപ്പോൾ മറ്റ് ECG അങ്ങനത്തെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വേറെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാം നോർമലാണ്. പറയുമ്പോൾ എല്ലാം നോർമലാണ്. അപ്പോൾ രാവിലെ ആയപ്പോൾ ഹസ്ബൻഡ് ആക്ച്വലി നോർമലായി. ചെറിയൊരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാത്രി ഇതുപോലെ വന്നു, അതുകൊണ്ടാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് ഡോക്ടർ എന്തോ മരുന്ന് തന്നു, എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാവുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ. നേരത്തെ രാത്രിയാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഇത് തുടങ്ങുന്നത്. ഇതേപോലെ ഒന്ന് തുടങ്ങിയിട്ടിങ്ങനെ കുറേ നേരം നിൽക്കും ഇത്. അപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയല്ലേ അത്. അപ്പം എനിക്കും അറിയില്ല, ഞാനും പേടിക്കുന്നു. വീണ്ടും ഇത് ഡോക്ടർ ഒന്നും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ 2-3 ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷമാണ് ഒരു ഡോക്ടറുടെ ഒരു മരുന്ന് തന്നതിന് ശേഷം നമുക്ക് കുറച്ച് വ്യത്യാസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വരാൻ തുടങ്ങി. ഇതിങ്ങനെ പകലെന്നില്ല, രാത്രി എന്നില്ല, ഇത് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഈ ഡോക്ടറുടെ മെഡിസിൻ എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് ആൻസൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവുന്നവർക്ക് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഡോക്ടർ തന്നത്. അതിലാണ് നമുക്ക് വ്യത്യാസം. അപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. ഇത് ആൻസൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക്, അപ്പോഴാണ് ഈ പാനിക് അറ്റാക്ക് എന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലും. ഒരു കാര്യം ഹസ്ബൻഡിന് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഫുഡുകൾ കഴിക്കുന്ന ദിവസങ്ങളിൽ ഇതിന് ചെറുതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൂടുന്നുണ്ട്. ഈ പാനിക് അറ്റാക്ക് വരുന്നത് ചില ദിവസങ്ങളിൽ ഫുഡിൻ്റെ വ്യത്യാസത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. അങ്ങനെ ഹസ്ബൻഡ് ഫുഡ് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചില ഫുഡ് കഴിക്കുന്ന ദിവസങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്ന ഗട്ട് ഹെൽത്ത് നല്ല ബന്ധമുണ്ട്. നമ്മുടെ കുടലിൻ്റെ വയറിൻ്റെ ആരോഗ്യവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പം ഹസ്ബൻഡിന് അത് ഫുഡിൽ നിന്ന് ആദ്യമേ തന്നെ ഇത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ നോക്കിയപ്പം ശരിക്കും നമ്മുടെ വയറിൻ്റെ ആരോഗ്യമായിട്ട് നല്ല ബന്ധമുണ്ട്. അതായത് നമ്മുടെ ഫുഡ് ചില ഫുഡുകൾ കഴിക്കുമ്പോൾ ഹസ്ബൻഡിന് ഇത് കൂടുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പം ഇപ്പം ഒരുപാട് മസാലകൾ, എരി, പുളി അതൊക്കെ പറ്റുന്നില്ല, നമുക്ക് ഹസ്ബൻഡിന് പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ദോശ കഴിക്കാൻ പറ്റുന്നില്ല. ദോശയാണെന്ന് കണ്ടുപിടിച്ചു. ഒന്ന് ദോശ, പിന്നെ അങ്ങനെ ചില ഫ്രൂട്ട്സ് പറ്റാതെ ഉണ്ട്. പിന്നെ ഏത്തപ്പഴം തന്നെ ചെറിയ പഴുപ്പിൽ കഴിച്ചാൽ കുഴപ്പമില്ല. ഇത്തിരി പഴുപ്പ് കൂടിപ്പോയ സമയത്ത് കഴിച്ച് 2-3 പ്രാവശ്യം നമ്മൾ കഴിച്ച് നോക്കുമല്ലോ, ടെസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട് ഇത് പറ്റുന്നില്ല. ഇത് ദഹിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഇതേപോലെ ഇങ്ങനെ നെഞ്ചിങ്ങനെ ഒരു ആളൽ പോലെ വന്ന് ഒരു വെപ്രാളത്തിൻ്റെ സൈൻ വരുന്നു. പക്ഷെ പണ്ടത്തിനേക്കാൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഇതേ ഉള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് കുറച്ചും കൂടെ മനസ്സിനൊരു ധൈര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുഡ് അങ്ങനെ ഭയങ്കരമായിട്ടും ഹസ്ബൻഡ് ഫുഡ് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഒപ്പം ഈ മരുന്നും കേട്ടോ, മരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, മരുന്നും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസം വന്നു. പതുക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയാം. നമ്മളിപ്പോൾ എനിക്കിത് ആദ്യമേ അറിഞ്ഞാതാണ്. ഇത് വരുമ്പോൾ ഒക്കെ ഞാൻ അതിനപ്പുറം വെപ്രാളം കാണിക്കുമായിരുന്നു. അപ്പം അത് ഇവരെ ഒന്നുകൂടി ടെൻസ്ഡാക്കും. പക്ഷെ നമ്മൾ കുറച്ച് കാമായിട്ട് ഒന്നുമില്ല, അതിപ്പോൾ മാറിയതിനായിട്ട് നമുക്ക് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, സമാധാനമായിട്ടിരിക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാൽ കുറേ വ്യത്യാസം. ഞാൻ പഠിച്ചു. അപ്പം വന്നു കഴിഞ്ഞോളെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ടെൻഷനിലായിരിക്കും. ഇതെപ്പം വരും, ഇനിയും പഴയ പോലെ വരുമോ, ഇത് നമ്മുടെ നോർമൽ ലൈഫിനെ ബാധിക്കുമല്ലോ. കാര്യം വെച്ചാൽ എപ്പോഴും ഒരു ടെൻഷനിലായിരിക്കും നമ്മൾ. പിന്നെ നമുക്ക് പുറത്ത് സമാധാനമായിട്ട് പോകാൻ പറ്റില്ല, ഓഫീസിൽ സമാധാനമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് മാനസികമായിട്ട് നമ്മളങ്ങ് തളർന്നു പോകും. ഞാൻ പറയാം, ഇപ്പം നമ്മൾ ചെന്ന് ഡോക്ടറോട് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് ഒന്നും നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഡോക്ടർ എനിക്ക് ദോശ കഴിക്കുമ്പം കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ
ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. അവർക്ക് ഒരു സെറ്റ് കാര്യങ്ങൾ അവർക്ക് അറിയാമായിരിക്കും അതിനെക്കുറിച്ച്. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ നമ്മുടെ ബോഡി മരുന്നിനോട്, ഏതൊക്കെ മരുന്നിനോട് എങ്ങനെ റിയാക്ട്, ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. അതുപോലെ ഫുഡ്, ഏതൊക്കെ ഫുഡ്, എല്ലാ ഫുഡും എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പം ഞാനത് അത്രത്തോളം ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടി. അപ്പം ഞാൻ പറഞ്ഞത്, പാനിക് അറ്റാക്ക് ഉണ്ടാവാൻ റീസൺസ് കുറേ ഉണ്ടാവാം. അതിപ്പോൾ നമ്മളുടെ ജനറ്റിക്സ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമയിൽ നിന്ന് നമ്മുടെ മനസ്സിന് ഉള്ളിൽ ഹേർട്ടായ എന്തെങ്കിലും സംഭവങ്ങൾ കിടന്നിട്ട് അത് ആൻസൈറ്റി എന്ന പാനിക് അറ്റാക്കിലോട്ട് പോകാം. അങ്ങനെ കുറേ അധികം റീസൺ ഉണ്ട്. അതിൽ ഗട്ട് ഹെൽത്തും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്കന്ന് പ്രത്യേകിച്ച് ട്രിഗേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ വയറ്റിൽ നിന്ന് തുടങ്ങിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അനുഭവം അത് നമ്മൾ ഡോക്ടറല്ല, മെഡിക്കലി ഒന്നും അല്ല ഇത് പറയുന്നത്. ഞങ്ങൾ മെഡിസിൻ എടുത്തിട്ടാണ് ഒപ്പം ഫുഡ് കൺട്രോൾ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുക, മെഡിസിനൊപ്പം ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ആശ്വാസം കിട്ടിയാലോ. അപ്പോൾ ശരി, ബൈ.